നവ്യയും നയനയും തുടർച്ചയായിട്ട് ജലജ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് അവൾ ആലോചിക്കാണ് എന്തെങ്കിലും ഒരു പണി അവക്കിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൾ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ കനകം. അങ്ങനെ കനകം മുറിയിലേക്ക് ചെന്നതിന് ശേഷം സ്ഥിരമായിട്ട് ജലജ തേക്കാറുള്ള ക്രീമിനകത്ത് എന്തോ ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വാ, നീ ഇപ്പൊ നിനക്ക് സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഒരു ക്രീം എടുത്ത് തേക്കാണ്. എന്നിട്ട് കനകം ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവളുടെ മുഖമെല്ലാം ചൊറിയുന്നത് പോലെയും പൊള്ളുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ജലജ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങുകയാണ്. എന്റെ ഈശ്വര, ഞാൻ ഇപ്പൊ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞ് ആംബുലൻസ് വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ കിടന്ന് ബഹളം വെക്കാണ്. ഞാൻ ഇപ്പൊ ഒരു സാധനം കൊണ്ട് തരാം, പക്ഷെ മഞ്ഞൾ തേച്ച മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിൽ നിന്നും പോയിട്ട് മഞ്ഞൾ എടുത്തോണ്ട് വരുന്നത് പോലെ വരികയാണ്. പക്ഷെങ്കിൽ അതിനകത്ത് അവള് മുളക് പൊടി ചാലിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കൊണ്ടുവന്ന് ഇവളുടെ മുഖത്തേക്ക് തേച്ചു കൊടുക്കും. അപ്പോഴേക്ക് ചലച്ച കാറ് കൂവുന്നുണ്ട് കേട്ടോ. അവൾക്ക് മുഖമെല്ലാം വെന്ത് നീരിട്ട് കിടന്ന് ബഹളം വെക്കാണ്. അപ്പോഴേക്കും കനകം മനസ്സിൽ പറയാണ്, എന്റെ മക്കളെ വിട്ട് നീ എന്തുമാത്രം ഉപദ്രവിച്ചതാ. എല്ലാരും സ്നേഹിക്കുമ്പോഴും അവരെ കൊണ്ട് പോലും സ്നേഹിപ്പിക്കാതെ നീയല്ലേ അവരെ ഇങ്ങനെ ആക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് കനകം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഓടി വരണേന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴേക്കും ഞാനിപ്പൊ ആരെയും വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് കനകം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അബിയെ കാണുന്നുണ്ട്. അങ്ങനെ അബി അങ്ങോട്ടേക്ക് വരികയാണ്. അബി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എന്താ അമ്മേ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എന്താ അമ്മയെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഞാൻ ക്രീം തേച്ചതേ ഉള്ളൂ, എനിക്ക് എന്താ സംഭവിച്ചു, എന്റെ മുഖത്തിനൊക്കെ എന്താ സംഭവിച്ചു എന്നൊക്കെ പറയാണ്. അങ്ങനെ അബി കൊണ്ടുപോയിട്ട് മുഖമൊക്കെ കഴിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കനകം വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് ജലജ കിടന്ന് അലറുന്നുണ്ട്. അപ്പോഴേക്കും അവൻ പറയാണ്, ചേച്ചി ദയവ് ചെയ്ത് ആന്റി ഒന്ന് ഇറങ്ങി പോകാൻ വിടുന്ന പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കനകം ഞാൻ പോയേക്കാം, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിന്റെ പുറത്തോട്ടിറങ്ങാണ്. എന്നിട്ട് ആലോചിക്കാണ്, നിനക്ക് അങ്ങനെ തന്നെ വേണ്ടി നീ അനുഭവിക്കുക എന്നൊക്കെ കനകം പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ വീണ്ടും വലിയ വാലി കാറാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഇന്നേ വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലടാ, ഇതെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും അബി പറയാണ്, ക്രീമിന് എന്തെങ്കിലും പോയിസണസ് കാണും, അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞാണെന്ന് പറയുമ്പോ ജലജ പറയണ, ഇല്ലടാ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ക്രീമാ, അതിപ്പോ പുതിയത് ഞാൻ മേടിച്ചതാ, അതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത, ഇതെന്തോ സംഭവിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ അതൊക്കെ വിട്, ഇപ്പൊ കുറവുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും കുറവുണ്ടെന്ന് പറയുന്നു. എന്താ അമ്മയുടെ പ്ലാനിങ് ചോദിക്കാണ്. ഞാനത് പറഞ്ഞില്ലടാ, അവളുടെ വയറ്റിലെ കുഞ്ഞിനെ നമുക്ക് നശിപ്പിക്കണം, കുഞ്ഞില്ലാതെ അവൾ ഇവിടെ കിടന്ന് കാറ് അലറി വിളിക്കുന്നത് നമുക്ക് കാണണം, അവളുടെ കണ്ണീര് ഈ വീട്ടിൽ ഒഴുകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ അമ്മ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ നീ കണ്ടോ എന്ന് പറയാണ്. എന്നിട്ട് ഒരു ഗുളിക എടുത്ത് ഇവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ദാ ഇതുണ്ടല്ലോ, ഇത് എങ്ങനെയെങ്കിലും ജ്യൂസിൽ മിക്സ് ചെയ്ത് അവക്ക് കൊടുക്കണമെന്ന് പറയുന്നു. ഇതെന്താ അമ്മയും ചോദിക്കുമ്പം കുഞ്ഞുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണല്ലോ അവളിപ്പം ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, അതില്ലാതാവണം, അതിന് ഇതേ ഉള്ളൊരു വഴി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, അവളും അവളുടെ കുഞ്ഞും ഇല്ലാതാകാനുള്ള ഒരു മരുന്നായത്. കൂടിയ അവസരത്തിലും കുഞ്ഞുങ്ങളാണ് ഇല്ലാതാവുന്നത്, ചില കേസുകളിൽ തള്ളമാരും ഇല്ലാതാവും. പക്ഷെ ഈ മരുന്ന് അങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും പാടില്ല, ബാൻ ചെയ്തിരിക്കുന്ന മരുന്ന്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ കേട്ടോ, ഇന്ന് രാത്രി അവളുടെ നിലവിളി ശബ്ദം ഈ വീട് മുഴുവനും കേൾക്കും, അവളുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ നിന്ന് പോകുന്നതിന്റെ ആ ഒരു വേദന, മരണവേദന അവൾ അനുഭവിക്കും എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. നമ്മളെങ്ങാനും പിടിക്കപ്പെടുകയെന്ന് ചോദിക്കുമ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമ്മളൊന്നും പിടിക്കപ്പെടില്ല, നീ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കനകം വന്നിട്ട് ആബി വന്നിട്ട് ജലജയോട് പറയാണ്, അവിടെ അമ്മയും മോളും എന്താ സംസാരമാണ്, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയുന്നുണ്ട്. അങ്ങനെ സെറ്റിയിലൂടെ നവി ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകം ചെല്ലാണ്. നീ എന്താണ് മാറിയിരിക്കുന്നേ? ഒന്നുമില്ല, ജോലി ചെയ്തത് എന്റെ നടു ഒടിഞ്ഞു അമ്മേ, ഇങ്ങനെ ജോലി ചെയ്യണമെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ നിന്നാ പോരായിരുന്നു, അല്ലെങ്കിൽ വല്ല പാവപ്പെട്ടനെ കല്യാണം കഴിച്ചാൽ പോലെ, ഞാൻ ഇതുപോലെ കാശാറ് വിട്ടുവന്ന് എന്തിനാ, ഇഷ്ടാനുസരണം ഫുഡ് കഴിച്ച് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിച്ച് അടിച്ച് പൊളിച്ച് ജോലിയൊന്നും ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ടിപ്പൊ അമ്മ ഇങ്ങനെ ജോലി ഇരിക്കുന്നതോ. അപ്പോഴേക്കും കനകം പറയണ, നവ്യ പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടികള് കുറച്ചൊക്കെ ശരിയാണെങ്കിൽ മാത്രമേ കുട്ടിക്കും അമ്മയ്ക്കും ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, നിനക്ക് പ്രസവിക്കണമെന്ന് ആഗ്രഹമില്ലേ, നിനക്ക് വേദന അറിയാതെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമുള്ളൊരു മാർഗം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നയനമൊക്കെ എന്താ സംഭവിച്ചെന്നറിയില്ല, നിന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു പേടിയുണ്ട്, എന്തോ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് പോലെ. എന്താടി നീ പിന്നെ എന്തെങ്കിലും കളത്തിലൊപ്പിച്ചോ ഇനി നവ്യയോട് ചോദിക്കുമ്പം അമ്മയ്ക്ക് എന്താ എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്തായാലും ചെയ്യാത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് പണ്ടേ ഇഷ്ടം നയനയാണല്ലോ എന്ന് പറയും. അതേടി എനിക്ക് നയനെ തന്നെ ഇഷ്ടം, പണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ദേവിയെ പോലെ കണ്ടിരുന്നത്, ഐശ്വര്യമുള്ള നീ വന്ന് കഴിഞ്ഞ പിന്നെയാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടായെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഞങ്ങൾ
സ്നേഹിച്ചതും നിന്നെയാ. പക്ഷെങ്കില് എല്ലാം തകർത്തറിഞ്ഞിട്ടല്ലേ നിന്റെ ഓരോ പ്രവൃത്തികളും. അതുകൊണ്ട് തന്നെയാ നയനിമോള നമ്മുടെ വീടിന്റെ കന്ന് കഷ്ടപ്പെടുന്നത്. മൂത്തോളായി നീയോ അതിന്റെയും കൂടെ ചാറിറ്റ് കുടിച്ചിട്ട് അവളെ തന്നെ പഴി പറഞ്ഞ സ്വഭാവമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നയന 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 എന്ന് പറഞ്ഞ നവ്യ ദേഷ്യപ്പെടാണ്. നീ ദേഷ്യപ്പെട്ടൊന്നും യാതൊരു കാര്യമില്ല. പിന്നെ ഞാൻ ചോദിച്ചത് നീ മറുപടി പറ, വിഷയമൊന്നും മാറ്റണ്ട. നിന്റെ മനസ്സിൽ എന്തിനും കള്ളത്തിലുണ്ടോ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ യാതൊരു കള്ളത്തിലുമില്ലെന്ന് പറയണ. പിന്നെന്താ നയനയ്ക്ക് നിന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഒരു പേടി പോലെ. എന്റെ പൊന്നമ്മേ ഒന്ന് പോയി തരാവോ, എനിക്ക് ഒരു പേടിയില്ല, എന്നെ ടോർച്ചെടുത്താ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കനകം പോകുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം, നീ പോയിട്ട് നയനോട് ജ്യൂസ് കഴിക്കണം, അപ്പോൾ ജ്യൂസ് എടുത്ത് തരും. എന്നിട്ട് അതിനുള്ളിലേക്ക് നീ മരുന്ന് കലക്കിയിട്ട് കനകത്തിനെ കൊണ്ട് കൊടുത്താൽ മതി. അവള് തന്നെ അവളെ കുടിപ്പിച്ചോളും. പിന്നെ അവൾക്ക് അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അവളുടെ അമ്മ തന്നെയാണെന്ന് നമുക്ക് പറഞ്ഞു പരത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഭി പോയിട്ട് കിച്ചണില് നയനോട് പറയുന്നുണ്ട്, നയന നവിക്ക് കൊടുക്കാന് ഒരു ജ്യൂസ് വേണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇപ്പൊ ഉണ്ടാക്കിത്തരാം അഭി എന്നും പറഞ്ഞിട്ട് നയന പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അബിയുടെ കയ്യിൽ കൊടുക്കാണ്. താങ്ക്സ് എന്നും പറഞ്ഞിട്ട് അബി ആ ജ്യൂസും കൊണ്ട് ജലജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജലജ പറയണ, ഇനിയൊരു കാര്യമുണ്ടല്ലോ, ഞാൻ ഈ ഗുളിക ഇട്ടതിനകത്ത് ഇളക്കാം. നീ ഒരു കാരണവശാലും മറ്റാരും കുടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവള് കുടിക്കാനും ശ്രദ്ധിക്കണം. അവള് കുടിച്ചതിന് ശേഷം മാത്രമേ നീ അവളെ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ഏറ്റമ്മേ, എങ്ങനെയെങ്കിലും അവളുടെ വയറ്റിലെ കുഞ്ഞും അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. അമ്മ മരിക്കാനുള്ള ചാൻസും ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, എങ്ങനെയെങ്കിലും അവളൊന്ന് മരിച്ചു പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ നടക്കും, നീ കൊണ്ട് കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ ജലജ അബിയെ പറഞ്ഞിടുന്നുണ്ട്. അബിയാണെങ്കിലോ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ കനക ഉണ്ടായിരുന്നിട്ടോ. അപ്പം അബി പറയാണ്, അമ്മേ ദാ ആന്റി ദാ ഈ ഒരു ജ്യൂസ് അവക്ക് കൊടുക്കുമെന്ന് പറയുമ്പോ നബി പറയുന്നുണ്ട്, എനിക്കിപ്പോ ജ്യൂസൊന്നും വേണ്ട അബി, എന്റെ വയറൊക്കെ നിറഞ്ഞിരിക്കാന്ന് പറയുമ്പോഴേക്കും അബി പറയണ, കണ്ടില്ല അമ്മേ ഇങ്ങനെ ഇവിടെ സ്വഭാവം, ജ്യൂസ് കുടിക്കോ ഫ്രൂട്ട്സിനോ ഒന്നുമില്ല, എന്നാ പറഞ്ഞാലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെയാണെങ്കിൽ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ ആരോഗ്യം എന്താവുമെന്ന് ചോദിച്ചിട്ട് കുറെ സോപ്പ് നിന്നിട്ട് കനകം മനസ്സിലാലേക്കാണ്, ഈശ്വര ഇവരും എന്റെ മകളോട് ഭയങ്കര സ്നേഹ, അത് തന്നെ വലിയൊരു ആശ്വാസം എന്തൊക്കെ മനസ്സിലോർക്കാണ്. ഇനി അന്നേരം മോനെ ഞാൻ കുടിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു മേടിച്ച് അവളെ നവീനെ കുടിപ്പിക്കുന്നു കേട്ടോ. എന്നിട്ട് മുഴുവനും കുടിക്കുന്നു നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കാനാണ് അബി. എന്നിട്ട് അവള് പറയുന്നുണ്ട്, കനകം പറയണ, ഇപ്പൊ സമാധാനമില്ല എന്റെ മോന്, ഇനി ഇവളെ കൊണ്ട് മോൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഈ അമ്മ ചെയ്യിച്ചോളാന്ന് പറയുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ടമ്മേ എന്നും പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തോടി നീ തീരോടി, നിന്റെ കുഞ്ഞും തീരും, നിന്റെ അമ്മ നിന്റെ അനിയത്തിയാണ് ഇതൊക്കെ ചെയ്തെന്നല്ലാതെ ഞാൻ വരുത്തി തീർക്കും, കണ്ടോ, നിനക്കും അവരെ കണ്ടോടല്ലോ, അപ്പൊ നീ എന്നെ സപ്പോർട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അബിയോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.